മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ പെനാൽറ്റിയിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്റ്റൽ പാലസ് FA കപ്പ് കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നടക്കാൻ പോകുന്ന മാച്ചുകളുടെ ഒരു ട്രെയിലറാണ് നമ്മളിന്ന് കണ്ടത്. ലിവർപൂൾ സൈനിങ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ടീച്ചിങ് പ്രോബ്ലംസ് ഇന്നത്തെ മാച്ചിൽ എക്സ്പോസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇപ്പൊ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെന്റർ ബാക്കിലേക്ക് വിർജിൽ വാൻഡേക്കും കൊണാറ്റയും, ലെഫ്റ്റ് വിങ്ങിൽ കെർക്കസ്, റൈറ്റ് വിങ്ങിൽ ഫ്രിംഗ്പോങ്, മിഡ്ഫീൽഡിലേക്ക് വരുമ്പം സബോസ്ലൈഡയും വീഡ്സിന്റെയും ഒരു മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ്ങിൽ ഗാപ്കോ, സ്ട്രൈക്കറായിട്ട് എക്കിറ്റിക്കെ, റൈറ്റ് വിങ്ങിൽ മോസല. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈനപ്പാണ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ പാലസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേറ്റ, എസ് എ, സാർ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ 3 അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ക്രിസ്റ്റൽ പാലസ് ഇന്ന് കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. ഒരു 1-on-1 പ്രസ്സിനോ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു 1-on-1 പ്രസ്സിനൊന്നും ക്രിസ്റ്റൽ പാലസ് ഈ മത്സരത്തിൽ പോയിട്ടില്ല. വളരെ ഏർലി തന്നെ ഒരു അഡ്വാൻറ്റേജ് ഗോള് ലിവർപൂളിന് കിട്ടി. ഇവിടെ പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഇമ്പാക്ട് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഒരു മത്സരമാണ്. ഫ്ലോറിയൻ വിറ്റ്സ് 4ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു അടിപൊളി പാസ് എക്കിറ്റിക്കയിലേക്ക് എത്തിക്കുന്നു. 18 യാർഡ് ബോക്സിന്റെ എഡ്ജിൽ വെച്ചിട്ട് പുള്ളി റൈറ്റ് വിങ് കോർണറിലേക്ക് ഒരു പ്ലേസ്മെന്റ് ഷോട്ട് എടുക്കുന്നു. അടിപൊളി ഗോളായിരുന്നു. അങ്ങനെ 1-0 ലീഡിലേക്ക് ലിവർപൂൾ 4ാമത്തെ മിനിറ്റിൽ തന്നെ എത്തുകയും ചെയ്തു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മിഡ്ഫീൽഡിൽ നിന്നും ഫൈനൽ തേർഡിലും ലിവർപൂൾ ലൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പന്തുകളാണ്. ഇവിടെ 1-on-1 പാസ് മിഡ്ഫീൽഡിലേക്ക് വരുന്നു. കാരണം പൊസിഷൻ ഭൂരിഭാഗവും ഫസ്റ്റ് ഹാഫിൽ കൺട്രോൾ ചെയ്തത് ലിവർപൂളാണ്. അപ്പൊ മിഡ്ഫീൽഡിലേക്ക് വരുന്ന പന്ത് ഒരു 1-2 ഒക്കെ എടുത്തിട്ട് ഇപ്പൊ വിറ്റ്സ് ആയാലും അല്ലെങ്കിൽ സബോസ്ലായ് ആയാലും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ഫൈനൽ തേർഡിൽ വെച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ പാസ് പോസ്റ്റിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഷോട്ട് എടുക്കാനോ ലിവർപൂളിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ക്രിസ്റ്റൽ പാലസ് ആ ബോൾ റിക്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ 1-2 പാസുകൾ എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ക്രിസ്റ്റൽ പാലസിന് കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഏരിയൽ ഡോൾസ് ആണ്. ഇപ്പൊ ക്രിസ്റ്റൽ പാലസിനെതിരെ ഏരിയൽ ബോൾസ് ഇട്ട് പിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. കാരണം 6 ഫീറ്റുള്ള പ്ലെയർ ആണ്, നന്നായിട്ട് ജമ്പ് ചെയ്യും, ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പൊ 1-on-1 സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ ഡുവൽസ് വളരെ ഈസി ആയിട്ട് ക്രിസ്റ്റൽ പാലസ് വിൻ ചെയ്യുന്നു. ഇപ്പൊ സെക്കൻഡ് ബോൾസ് ആയാലും തേർഡ് ബോൾസ് ആയാലും മിസ് ചെയ്യുന്ന ഒരുപാട് ചാൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് ആ മിഡ്ഫീൽഡിലും ഫൈനൽ തേർഡിലും ലെഫ്റ്റ് വിങ്ങിലും ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. എന്നാൽ പാലസിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹാഫിൽ വെച്ചിട്ട് ഒരു ബോൾ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റൈറ്റ് വിങ്ങിൽ ന്യൂനിയസിനെ റൺ ചെയ്യിപ്പിക്കും. പുള്ളിയുടെ റണ്ണാണ് ഇന്ന് ഒരുപാട് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തത്. അവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞത് ക്രോസ്, ന്യൂനിയസ് ക്രോസ് ബോക്സിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ സെറ്റ് പീസിന് ബോൾ ബോക്സിലേക്ക് ഇടുന്നു. ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെറ്റ് പീസും ക്രോസുകളും ലിവർപൂളിന് വലിയൊരു തലവേദന തന്നെയാണ്. കാരണം സാറും മറ്റേട്ടയും ചിലപ്പോൾ മൈക്കിള് ഫാർ പോസ്റ്റിൽ ഉണ്ടാവും. ഇവരെ ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് പാസുകൾ ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്രോസുകൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ അധികം വൈകാതെ ഒരു പെനാൽറ്റി വിൻ ചെയ്യാൻ ക്രിസ്റ്റൽ പാലസിന് കഴിഞ്ഞു. മിഡ്ഫീൽഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ത്രൂ പാസ് മറ്റേട്ട എടുക്കുന്നു. ഒരു 1-on-1 സിറ്റുവേഷൻ അലിസണായിട്ട് വരികയാണ്. ഈ ഒരു ഷോട്ട് സേവ് ചെയ്യാൻ അലിസണ് കഴിഞ്ഞു. പിന്നീട് ബൗൺസ് ആയിട്ട് റിക്കവറി എഫേർട്ടിലേക്ക് വന്നിട്ടുള്ള പന്ത് സാറിലേക്ക് വരികയാണ്. സാറ് ഈ പന്തുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് വരുന്നു. പെനാൽറ്റി ബോക്സിന്റെ എഡ്ജിൽ വെച്ചിട്ട് ഒരു മിസ് ടാക്കിൾ വിർജിൽ വാൻഡേക്കിന് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ബോക്സിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. വാർ ഇന്റർവ്യൂൻ ചെയ്ത് ക്രിസ്റ്റൽ പാലസിന് പെനാൽറ്റി കൊടുക്കുകയാണ്. മറ്റേറ്റ പെനാൽറ്റി എടുക്കുന്നു, അലിസനെ കബളിപ്പിച്ചുകൊണ്ട്. അങ്ങനെ 1-1 സമനിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അധികം വൈകാതെ ഈ ലീഡ് തിരിച്ചു പിടിക്കാൻ 22ാമത്തെ മിനിറ്റിൽ ലിവർപൂളിന് വീണ്ടും കഴിയാണ്. ഇപ്പോ പുതുതായിട്ട് സൈനിങ് ആയിട്ട് വന്നിട്ടുള്ള ഫ്രിംഗ്പോങ്ങിന്റെ മറ്റൊരു കിടില മൂവും ഗോളുമാണ് നമ്മൾ കാണുന്നത്. ഫ്രിംഗ്പോങ്ങിന്റെ ആ ഒരു സ്പീഡ് നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റൽ പാലസിനെ വലക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ ആ സഡൻ ഇഞ്ചക്ഷൻ ഓഫ് ഫേസ് എന്ന് പറയുന്നത്, ഓടിപ്പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് വിങ്ങിൽ നിന്ന് ബോളുമായിട്ട് വരുന്നു. പുള്ളി ഡീൻ ഹെൻഡേഴ്സന്റെ ഒരു നിൽപ്പ് കാണുന്നുണ്ട്. ഹെൻഡേഴ്സിന്റെ തലക്ക് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടാണ് പുള്ളി എടുക്കുന്നത്. അത് പോസ്റ്റിന്റെ ഫാർ പോസ്റ്റ് കോർണറിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 2-1 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനിയസിന്റെ 1-2
റൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് കണക്ട് ചെയ്യാൻ ക്രിസ്റ്റൽ പാലസിന് കഴിഞ്ഞില്ല. പക്ഷെ അവർ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ക്രിസ്റ്റൽ പാലസിനെ പലപ്പോഴും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കൗണ്ടർ അറ്റാക്ക് വരുന്ന സമയത്ത് 1-on-1 ആളെ മാർക്ക് ചെയ്യുന്നതിൽ ലിവർപൂൾ പലപ്പോഴും പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു. കാരണം 5 പേര് ബോക്സിനകത്തുണ്ടാവും. ഈ 5 പേര് മാർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ 2 പേരെ ആയിരിക്കും. ഇപ്പോൾ മൈക്കിൾസ് ചിലപ്പോൾ ഫാർ പോസ്റ്റിൽ ഫ്രീ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹ്യൂഗ്സ് എഡ്ജിൽ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇവരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ ലിവർപൂളിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഓവർ ക്രൗഡഡ് ആയിട്ട് പോസ്റ്റിനകത്ത് 5 പേരുണ്ടാവും, പക്ഷെ ഈസി ആയിട്ട് മറ്റ് പ്ലേയേഴ്സൊക്കെ ഈ ബോളിനായിട്ട് കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-1 ലീഡ് ലിവർപൂളിലുണ്ട്. സെക്കൻഡ് ഹാഫിലായതോടെ കളി തുടങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 2 കിടിലൻ ചാൻസുകൾ ലിവർപൂളിന് കിട്ടി. ഇവിടെ എക്കിടെക്കൊക്കെ ഒരു ചാൻസ് കിട്ടി. മോ സലക്ക് ഒരു അടിപൊളി ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ബോൾ പുറത്തു പോയി. ഇവിടെ മോ സല ഇന്നത്തെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സലയുടെ ആ ഒരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി കൊടുത്തിട്ടുള്ള പാസുകൾ ക്രിസ്റ്റൽ പാലസ് റിക്കവർ ചെയ്ത് പുള്ളി എടുക്കേണ്ട റൈറ്റ് വിങ് എന്നുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പകരം പുള്ളി അത് സ്കോർ ചെയ്യാൻ നോക്കി, ആ ബോൾ മിസ്സായി. ഒരു ഓപ്പൺ ചാൻസ് മോസലയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നീട് വന്നിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ഇങ്ങനെ പെനാൽറ്റി പുറത്തേക്ക് പോയി. ഒരുപാട് പ്രശ്നങ്ങൾ മോസലയുടെ ഇന്നത്തെ പെർഫോമൻസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് മാച്ചാണ്, നമ്മളതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് ഹാഫിൽ വന്നതോടെ എനിക്ക് തോന്നുന്നു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ക്രിസ്റ്റൽ പാലസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ എസ് എ റിക്കവർ ചെയ്ത പന്തുകളായാലും മിഡ്ഫീൽഡിൽ നിന്ന് ഹ്യൂഗ്സ് ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അവർ മെയിനായിട്ട് ചെയ്യുന്നത് റൈറ്റ് വിങ്ങിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ എസ് എനെ കണക്ട് ചെയ്യുക, ബോക്സിലേക്ക് പന്ത് ഇടുക എന്നുള്ളതാണ്. അവിടെ പന്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയൽ ഡുവൽസ് മറ്റേട്ട വിൻ ചെയ്യുന്നു. സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാറുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ രണ്ടാമത്തെ ഗോളിലേക്ക് എത്തുന്നത്. റൈറ്റ് വിങ്ങിലേക്ക് കൊടുത്തുള്ള ഒരു പാസ് ഇവിടെ കറക്റ്റായിട്ട് സാറിന്റെ കാലിലേക്ക് എത്തുന്നു. സാർ ഒരു ടച്ച് എടുത്തിട്ട് കറക്റ്റായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഷോട്ട് എടുക്കുന്നു. പോസ്റ്റിന്റെ എഡ്ജിൽ തട്ടിയിട്ട് ആ ബോൾ അകത്തേക്ക് കയറി. അങ്ങനെ 2-2 എന്നുള്ള ഒരു സ്കോർ ലൈനിലേക്ക് ക്രിസ്റ്റൽ പാലസ് കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പാലസിന് ജയിക്കാനുള്ള 3-4 ചാൻസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇവിടെ എസ് എക്ക് കിട്ടിയിട്ടുള്ള 2 ചാൻസുകൾ, ഒരു ചാൻസ് അലിസൺ സേവ് ചെയ്തു, ഒരു ചാൻസ് പുള്ളി ട്രിപ്പായിട്ട് താഴെ വീണു. ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇവിടെ മിഡ്ഫീൽഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു, എന്നിട്ടും ആ മിഡ്ഫീൽഡിനെ കറക്റ്റ് രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ ലിവർപൂളിന് കഴിഞ്ഞില്ല. അവര് അവസാന നിമിഷം വരെ ക്രിസ്റ്റൽ പാലസിലേക്ക് മൊമെന്റം കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ കളി വ്യക്തമായിരുന്നു, ലിവർപൂളിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ ഫൈനൽ തേർഡിൽ കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. എക്സ്ട്രാ ടൈം ഇല്ല, കളി അവസാനിച്ചു 2-2 എന്ന രീതിയിൽ മുമ്പോട്ട് പോയി. ഡീൻ ഹെൻഡർസൺ എന്ന ഗോൾ കീപ്പർ കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ മുതലാക്കിയിട്ടുള്ള ഒരു പെനൽറ്റി ഷൂട്ടൗട്ടാണ്. ഇവിടെ ആദ്യത്തെ ഷോട്ട് മോസലയുടെ ഷോട്ടായിരുന്നു, പുള്ളി അത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു. അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള 1-2 ഷോട്ടുകൾ കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ ലിവർപൂളിന് കഴിഞ്ഞില്ല. ഇപ്പോൾ മെക്കാലിസറിന്റെ ഷോട്ട് ഡീൻ ഹെൻഡർസൺ സേവ് ചെയ്തു, ഹാർവി എലിയറ്റിന്റെ ഷോട്ട് ഹെൻഡർസൺ സേവ് ചെയ്തു. ഈ 2 ഷോട്ടുകൾ കയ്യിൽ നിന്ന് പോയതോടെ അലിസൺ ഒരു ഷോട്ട് സേവ് ചെയ്തിട്ട് പോലും അവരെ രക്ഷപ്പെടുത്താൻ ലിവർപൂളിന് കഴിഞ്ഞില്ല. അങ്ങനെ പെനൽറ്റിയിൽ 3-2 ക്രിസ്റ്റൽ പാലസ് വിജയിക്കുകയും ഈ ഒരു FA കപ്പിന്റെ കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് ലിവർപൂളിന്റെ അറ്റാക്ക് ഇനിയും കുറച്ച് പോളിഷ് ചെയ്ത് വരാനുണ്ട്. നമുക്കറിയാം, പുതിയ പ്ലേയേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സ്ലോട്ടിന് കുറച്ചുകൂടി സമയം വേണം. അത് വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫ്ലൂയിഡ് സിറ്റുവേഷനിൽ ഫൈനൽ തേർഡിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു ലിവർപൂൾ കൺട്രോൾ ചെയ്തിട്ടുള്ള ബോളുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 ഷോട്ടൊക്കെ ഫസ്റ്റ് ഹാഫിന് അടിക്കേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ തേർഡിൽ എത്തുമ്പോൾ ആ ബോൾ കറക്റ്റായിട്ട് ക്രിസ്റ്റൽ പാലസ് റിക്കവർ ചെയ്ത് അവർ അറ്റാക്കിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരുന്നു. പിന്നീട് കൗണ്ടർ വരുന്ന സമയത്ത് ഡിഫൻഡേഴ്സ് പ്രഷറിലാകുകയാണ്, കാരണം ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എനിക്ക് തോന്നുന്നു സ്ലോട്ട് ഇഷ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ക്രിസ്റ്റൽ പാലസ്, വളരെ നല്ലൊരു റിക്കവറി ആൻഡ് പെനാൽറ്റി ആണ് നമ്മൾ കണ്ടത്. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ടഫ് ലക്ക്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വരേണ്ടതുണ്ട്. പുതുതായിട്ട് വന്നിട്ടുള്ള ടീംസിനെ അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ EPL പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. Thank you so much for watching. Bye for now.